ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അത് ഉടൻ തന്നെ അത് ഒപ്പിയെടുത്ത് അത് ഷെയർ ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഒരു ഗ്ലാസ്സിൽ ചായയും ഒരു കയ്യിൽ പത്രവുമായി ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന പല സംഭവങ്ങൾ എന്തൊക്കെ എന്ന് വായിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷെ എൻ്റെ മനസ്സിൽ നേരെ മറിച്ച് ഇന്നൊരു വ്യത്യസ്തമായൊരു ചോദ്യം വന്നപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യാം എന്നൊരു ചിന്ത വന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വായിച്ചെടുക്കുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ ജീവിതം അവിടെ കാണുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന് തോന്നി. ഞാനിങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത് നടന്ന അഹമ്മദാബാദ് എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷിനെ പറ്റി എല്ലാവരും കേട്ടിരിക്കും. ഏതാണ്ട് 300ഓളം ജീവിതങ്ങളാണ് ആ ഒരു പ്ലെയിൻ ക്രാഷിൽ നഷ്ടപ്പെട്ടത്. ഇനി എത്ര ജീവിതങ്ങൾ ബാക്കിയെന്നും കൂടി നമുക്ക് അറിയുകയില്ല. ശരിക്ക് ആ പ്ലെയിനിൽ സഞ്ചരിച്ച ഓരോ വ്യക്തികൾക്കും അവരുടെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് വെറും 2 നിമിഷം കൊണ്ട് അവസാനിച്ചത്. അതിലേറ്റവും എന്നെ ദുഃഖിപ്പിച്ചത് UK-യിൽ 6 വർഷം അധ്വാനിച്ച് സ്വന്തം കുടുംബവുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് മടങ്ങി തിരിച്ച് അവരെയും കൊണ്ട് പോകുന്ന വളരെ സന്തോഷവാനായ ആ ഒരു വ്യക്തിയുടെ പുഞ്ചിരിയോടുകൂടിയുള്ള ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഭാര്യയും ഭർത്താവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ 3 കുഞ്ഞു മക്കളും ഒന്നിച്ച് അവർ യാത്ര ചെയ്യുന്ന ആ സമയത്തെടുത്ത ആ വീഡിയോ. സ്വപ്നങ്ങൾ അവസാനിക്കാൻ വെറും 2 നിമിഷമേ എടുത്തുള്ളൂ എന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതുമാത്രമല്ല, ഒരമ്മയും മകൻ്റെയും മറ്റൊരു കഥ. 19 വയസ്സായ മകൻ അമ്മയുടെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി പറന്നുയരാൻ തയ്യാറായപ്പോൾ വെറും 2 നിമിഷം കൊണ്ട് അത് അവസാനിച്ച ആ ഒരു നിമിഷം. പിന്നെയും ഉണ്ട് ഒരുപാട് കഥകൾ. ഇതൊന്നും അറിയാതെ, ഇതിലൊന്നും പെടാതെ രാവിലെ തൊട്ട് വളരെ കഠിനാധ്വാനം ചെയ്ത് അല്പനേരം വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് വീണ്ടും ദിനചര്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുറേ മക്കളുടെ ജീവിതം വെറും 2 നിമിഷം കൊണ്ട് അവസാനിച്ച ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരുപാട് കഥകളുണ്ട് പറയാനും പറയാൻ ബാക്കി വെച്ചത്. എന്താണ് ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡും എങ്ങനെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായും എന്നൊന്നും അല്ല ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? എത്ര നശ്വരമായൊരു ജീവിതമാണ് നമ്മളുടേത്. ഒരു 2 നിമിഷം കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും തച്ചുടയ്ക്കാൻ മാത്രം അത്രമാത്രം നശ്വരമായൊരു ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ഒരു ബോധ്യമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. രണ്ടാമത്തെ ഒരു കാര്യം, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത്. മൂന്നാമതായിട്ട്, നമുക്ക് നീട്ടി തന്ന ആയുസ്സിന് നന്ദി പറയാം. എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ അഹമ്മദാബാദിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. ദിശയൊന്ന് മാറിപ്പോയി എന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. മേഘാണി നഗർ എന്നൊരു ദിശയിലേക്ക് ആ പ്ലെയിൻ പോയതെങ്കിൽ മറുദിശയിൽ ആയിരുന്നുവെങ്കിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അവിടെയും ദൈവത്തോട് നന്ദി പറയാൻ, കൂട്ടിത്തന്ന ആയുസ്സിന് അല്ലെങ്കിൽ നീട്ടിത്തന്ന ആയുസ്സിന് നന്ദി പറയാൻ മാത്രമേ ഈ ഒരു അവസരം, ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ചില ജീവിത സത്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലം വന്നു, അവിടെയും ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞു പോയി. എന്നിട്ടും ദൈവം നമ്മളോട് കരുണ കാട്ടി ഇന്നും നമ്മൾ ജീവിക്കുന്നു. നിത്യേന പല പല ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നു, എന്നിട്ടും ദൈവം കരുണ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര ആഴത്തിലാണ്! എങ്ങനെയാണ് നമ്മൾ ഈ കടം വീട്ടാൻ പോകുന്നത്? ഓരോ നിമിഷവും നമ്മോടൊപ്പമായി നമ്മെ സ്നേഹിച്ച് പരിപാലിച്ച് നമുക്ക് നീട്ടിത്തരുന്ന ഈ ആയുസ്സിന് നമ്മൾ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില നിമിഷങ്ങളാണിത്. മറ്റൊരു ചിന്ത ഇതാണ്, ഒരുങ്ങിയിരിക്കുക. എന്നു വേണമെങ്കിലും എന്തും എവിടെയും എങ്ങനെയും സംഭവിക്കാവുന്ന അത്തരം നശ്വരമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ
ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കുക. ആരോടെങ്കിലും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ച് രമ്യതപ്പെട്ടുകൊണ്ട് വളരെ സ്നേഹത്തോടെ സേവന മനോഭാവത്തോടെ ഓരോ നിമിഷവും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും കാരുണ്യപൂർവ്വം ദൈവം നമുക്ക് തന്ന ദാനം, അതേപോലെ ദൈവം നമ്മോട് കാണിച്ച അതേ കാരുണ്യം മറ്റുള്ളവരോടും കാണിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തെ കൂടുതൽ ഭംഗിയായി പ്രാർത്ഥനാപൂർവ്വം ആസ്വദിക്കുക.